കാവേരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ എന്നുള്ള പാട്ടും പാടി ബിഗ് ബോസ് ഹൗസിനോട് ആദ്യത്തെ ആഴ്ച തന്നെ വിട പറഞ്ഞ നമ്മുടെ രതീഷ് ഏട്ടൻ ഇതാ തിരിച്ചു വരികയാണ്. അങ്ങനെ രതീഷ് തിരിച്ചു വരുന്നതിൻ്റെ ഒരു പ്രൊമോയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടിക്കൊണ്ട് വരുന്ന ആരാണ്? ജിൻഡോനെ തന്നെയാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷാഭരിതരായിട്ടിരിക്കുകയാണ്, ഇതെന്താണ് സംഭവം, ആരാണ് വരുന്നത്, ആരെയാണ് കൂട്ടിക്കൊണ്ട് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷാഭരിതരായിട്ടിരിക്കുന്ന സമയത്ത് മുഖംമൂടിയെല്ലാം ധരിച്ച് നമ്മുടെ രതീഷ് ഏട്ടൻ വീണ്ടും ബിഗ് ബോസിൻ്റെ ഹൗസിലേക്ക് കടന്നു വരികയാണ് സുഹൃത്തുക്കളെ. അപ്പം രണ്ടാമത് വന്നു കഴിയുമ്പോൾ ജിൻഡോയ്ക്കൊരു കൂട്ടായിട്ടാണ് ബിഗ് ബോസ് ഇപ്രാവശ്യം രതീഷ് ഏട്ടനെ കൊണ്ടുവരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ജിൻഡോയും രതീഷും കൂടെയുള്ള കളികളായിരിക്കും ഇനി ചിലപ്പോൾ ആ ഹൗസിൽ കാണാൻ വേണ്ടി പോകുന്നത്. രതീഷ് നല്ലൊരു കളിക്കാരനാണ്, പക്ഷേ വെറുപ്പിക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പക്ഷേ പുള്ളി പുറത്ത് പോയപ്പോൾ അത് മനസ്സിലായി കുറച്ച് ഓവറായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതെല്ലാം പഠിച്ച് ഇതുവരെയുള്ള കളിയെല്ലാം കണ്ട് പഠിച്ച് പുതിയ എന്തെങ്കിലും ട്രിക്കുമായിട്ടായിരിക്കും രതീഷ് വന്നിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുന്നവർക്ക് അറിയില്ലല്ലോ, രതീഷ് പുറത്തിറങ്ങിയിട്ട് അത് ഒറിജിനൽ സ്വഭാവം അല്ലായിരുന്നു എന്നുള്ളതൊന്നും ഉള്ളിലിരിക്കുന്നവർക്ക് അധികം അറിയില്ലല്ലോ. പുറത്തിറങ്ങിയിട്ട് രതീഷ് പറഞ്ഞല്ലേ, അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എൻ്റെ യഥാർത്ഥ സ്വഭാവമല്ല, അത് ഞാൻ ഗെയിമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏതായാലും രതീഷിന് എന്താണ് കളിക്കാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഏതായാലും പ്രമോ പൊളിച്ചിട്ടുണ്ട്, കിടിലം പ്രമോ.